ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മാത്ത് പ്രൊഡിജി. അപ്പോൾ നമ്മൾ നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിൽ തേർഡ് DPP ആയിട്ട് എത്തിയിരിക്കുകയാണ്. സോ ദിസ് ടൈം വി ഹാവ് എ ക്വസ്റ്റ്യൻ ഫ്രം കോമ്പിനറ്റോറിക്സ്. RMO 1993 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. Question is, I have 6 friends and during a vacation I met them during several dinners. I found that I dined with all the six exactly on one day, with every 5 of them on 2 days, with every 4 of them on 3 days, with every 3 of them on 4 days, with every 2 of them on 5 days. Further, every friend was present at 7 dinners and every friend was absent at 7 dinners. How many dinners did I have alone? ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോമ്പിനറ്റോറിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇതിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല, ഒരു കാൽക്കുലേഷനോ ഒന്നുമില്ല. ഇതൊരു ക്ലാസിക് കൗണ്ടിങ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൗണ്ട് ചെയ്യാം, അതിൽ നിന്ന് പാറ്റേൺ കണ്ടെത്താം എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ക്ലാസിക് കൗണ്ടിങ് പ്രോബ്ലം ആണ്. ദർ ഇസ് നോ കാൽക്കുലേഷൻ വാട്ട്സ് ഓവർ. ലോജിക്കലി നമ്മൾ ഇതിൽ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനെയും അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആ കൗണ്ടിങ് കൃത്യമായിട്ട് ഇത് അനലൈസ് ചെയ്യാൻ പറ്റണം, പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊക്കെ. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരാൾക്ക് ദർ ആർ 6 ഫ്രണ്ട്സ്. അപ്പോൾ ഇയാള് ഇവരുമായിട്ട് ഓൺ എ വെക്കേഷൻ പല ഡിന്നേഴ്സിൽ ഇവരൊക്കെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇയാള് എക്സാക്ട്ലി 6 ആളുമായിട്ട്, ഇവർ 6 ആളുമായിട്ടും എക്സാക്ട്ലി ഹി ഹാഡ് 1 ഡിന്നർ. ഇതിൽ വിത്ത് എവറി 5 ഓഫ് ദം ഹി ഹാഡ് 2 ഡിന്നേഴ്സ്. with every 4 of them he had 3 dinners, with every 3 of them, with every 2 of them, അങ്ങനെ പറയുന്നു. അവസാനം പറയുന്നു എല്ലാ ഫ്രണ്ടും, ഇതിൽ എല്ലാവരും, with every friend, എല്ലാ ഫ്രണ്ടും 7 ഡിന്നറിൽ പ്രസന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ടും 7 ഡിന്നറിൽ ആബ്സെന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര ഡിന്നർ ഇയാൾ ഒറ്റക്കായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്ക് ഇയാൾക്ക് 6 ഫ്രണ്ട്സ് ആണുള്ളത്. ഫ്രണ്ട്സിനെ നമുക്ക് ABCDE എന്ന് ഡിനോട്ട് ചെയ്യാം. F. ഇതാണ് ഇയാളുടെ 6 ഫ്രണ്ട്സ്. ഇവരുടെ പ്രസൻസിനെയും ആബ്സെൻസിനെയും പറ്റിയൊക്കെയാണ് ക്വസ്റ്റ്യനിലെ ഡിസ്കഷൻ. ഇവർ ഇത്ര ഡിന്നറിൽ പ്രസന്റ് ആയിരുന്നു, ഇത്ര ഡിന്നറിൽ ആബ്സെന്റ് ആയിരുന്നു, ഇയാൾ ഇത്ര ഫ്രണ്ട്സുമായിട്ട് ഇത്ര ഡിന്നറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ പ്രസൻസിനെയും ആബ്സെൻസിനെയും കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. 1 എന്ന് പറഞ്ഞാൽ പ്രസൻസ് ആണ്. 1 എന്ന് പറഞ്ഞാൽ പ്രസന്റ്. 0 എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്. അതായത് ഒരു ഡിന്നറിൽ എന്റെ താഴെ 1 അല്ലെങ്കിൽ എനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് എ വാസ് പ്രസന്റ്. എക്ക് 0 ആണെങ്കിൽ എ വാസ് ആബ്സെന്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇവരുടെ പ്രസൻസും ആബ്സെൻസും മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മൾ നോക്കുക, ഇയാൾ കുറെ ഡിന്നർ ഉണ്ട്. എത്ര ഡിന്നറിൽ ഇയാൾ ഒറ്റക്കായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ ഡിന്നർ എത്രയാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അതായത് ഇയാൾ എത്ര ടോട്ടൽ ഡിന്നർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നമുക്ക് കാണേണ്ടി വരും വിത്ത് ദ ഇൻഫർമേഷൻ ഗിവൺ. അപ്പോ ഫസ്റ്റ് ഡിന്നർ 1 അല്ലെങ്കിൽ D1. ഓക്കെ, ഡിന്നർ 1 എന്ന് എഴുതാം. ഡിന്നർ 1, ഈ ഡിന്നർ 1 നമുക്ക് ഇവരെല്ലാവരും കൂടി, ഇയാൾ ആദ്യം പറഞ്ഞു I found that I dined with all the 6 exactly on one day. ഇയാൾ ഇവർ 6 ആളുമായിട്ടും ഒരു ദിവസം ഡിന്നർ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ഡിന്നർ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഫസ്റ്റ് ഡിന്നറിൽ ഇവരെല്ലാവരും പ്രസന്റ് ആയിരുന്നു. എക്സാക്ട്ലി ഒരു ദിവസം ഇവരെല്ലാവരും കൂടിയും പ്രസന്റ് ആയിരുന്നു. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇയാൾ ഡിന്നർ ഹി വാസ് വിത്ത് ദം, ഓൾ ഓഫ് ദം ഓൺ എക്സാക്ട്ലി 1 day. അപ്പൊ അതായിട്ട് നമുക്ക് ഡിന്നർ 1 എടുക്കാം. ആ ഡിന്നർ 1ൽ ഇവരെല്ലാവരും പ്രസന്റ് ആയിരുന്നു. അതാണ് ആദ്യം പറഞ്ഞ ഇൻഫർമേഷനിൽ ആ എക്സാക്ട്ലി 1 day. ആ എക്സാക്ട്ലി 1 day നമ്മൾ ഇപ്പൊ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അന്ന് എല്ലാവരും പ്രസന്റ് ആയിരുന്നു, എല്ലാവർക്കും 1. ഓക്കെ, ഇനി അടുത്തത് വിത്ത് എവ്രി 5 ഓഫ് ദം. എന്താണ് ഈ എവ്രി 5 ഓഫ് ദം? എല്ലാ 5 ആളുടെ കൂടെയും എവ്രി 5 ഓഫ് ദം. ഇവർ 6 ആളുണ്ട്. ഇതിൽ നിന്ന് എവ്രി 5 ഓഫ് ദം എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു 5, ABCDE. ഇതാണ് ഒരു 5 ഓഫ് ദം. വേറെ ഒരു 5 ഓഫ് ദം ഇസ് ABCDF. ഇത് ഇവർ വേറൊരു 5 ഓഫ് ദം. BCDEF. ദിസ് ഇസ് അനദർ 5 ഓഫ് ദം. അങ്ങനെ എത്ര 5 ഓഫ് ദം ഉണ്ടാക്കാം? 65.
ബേസിക്കലി എത്ര 5 ഓഫ് ദം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇൻ ഹൗ മെനി വേസ് യു ക്യാൻ സെലക്ട് 5 ഫ്രം 65 ഇങ്ങനെ 6 5 ഔട്ട് ഓഫ് ദം ഉണ്ടാവും. അപ്പോൾ ABCDEന്റെ കൂടെ ഇപ്പോൾ അതിലൊരു 5 ഓഫ് ദം എടുക്കുക, ABCDEന്റെ കൂടെ വിത്ത് എവറി 5 ഓഫ് ദം ഹി ഹാഡ് ഡിന്നർ ഓൺ 2 days. 2 ദിവസം ABCDEന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാള് ഈ ABCDEന്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, എക്സാക്ട്ലി 2 days. 2 ദിവസം ഇയാള് ABCDEന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഉള്ള ഒരു ദിവസമുണ്ട്, അന്ന് ABCDE ഉണ്ടല്ലോ, അപ്പൊ ഇയാൾ അന്ന് എന്തായാലും ഉണ്ടായിരുന്നു. ഇനി ദർ വാസ് അനദർ ഡിന്നർ, അങ്ങനെയാണെങ്കിൽ ഒരു ഡിന്നറും കൂടി ഉണ്ടായിരുന്നു വിത്ത് ABCDEന്റെ കൂടെ ഒരു ഡിന്നറും കൂടി ഉണ്ടായിരുന്നു. അന്ന് F പ്രസന്റ് ആവാൻ പാടില്ല. കാരണം അന്ന് F പ്രസന്റ് ആയാൽ ഈ 6 ആളുടെ കൂടെയും ഇയാൾ ഡിന്നറിന് വന്നു എന്നാവും. 6 ആളുടെ കൂടെയും ഉള്ള ഒറ്റ ഡിന്നറേ ഉണ്ടായിട്ടുള്ളൂ, അതാണ് ഫസ്റ്റ് ഡിന്നർ. അപ്പൊ രണ്ടാമത്തെ ഡിന്നറിൽ വി ആർ കൺസിഡറിങ് ABCDE വിത്ത് ABCDE ഇസ് എ 5 ഓഫ് ദം. ഇങ്ങനെ 6 5 ഓഫ് ദം ഉണ്ടാവും. അതിൽ ഒരു 5 ഓഫ് ദം ആണ് ABCDE. ആ ABCDEന്റെ കൂടെ ഇയാൾ 2 ഡിന്നറിന് ഉണ്ടാവണം. ഫസ്റ്റ് ഡിന്നർ എല്ലാവരും കൂടിയുള്ള ഡിന്നറിൽ ABCDE എന്തായാലും ഉണ്ടായിരുന്നു. ഇനി ഒരു ഡിന്നറും കൂടിയും വേണം വിത്ത് ABCDE മാത്രം. അന്ന് F വരാൻ പാടില്ല. അപ്പൊ ABCDEന്റെ കേസിൽ ഇപ്പൊ ഓക്കെ ആയി. ഇനി ABCDF അത് വേറൊരു 5 ഓഫ് ദം ആണ്. 6 5 ഓഫ് ദം ഉണ്ടാവുന്നതിൽ നമ്മൾ 3 എണ്ണം എഴുതി കഴിഞ്ഞു. ഇനി വേറെ ഏതൊക്കെയാണുള്ളത്? ഇതിൽ F ഒഴിവാക്കി, ഇതിൽ E ഒഴിവാക്കി, ഇതിൽ A ഒഴിവാക്കി. ഇനി നമുക്ക് D ഒഴിവാക്കാം, C ഒഴിവാക്കാം. C ഒഴിവാക്കിയാൽ ഇങ്ങനെ കിട്ടും, B ഒഴിവാക്കിയാൽ ഇതൊക്കെയാണ് 5 ഓഫ് ദം. 6 5 ഓഫ് ദം ഉണ്ടാവും ഇതൊക്കെ. ഇനി ABCDFന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ABCDFുമായിട്ട് ഇയാൾ 2 ഡിന്നറിൽ ഉണ്ടാവണം. ഫസ്റ്റ് ഡിന്നറിൽ അത് ഓക്കെയാണ്, ഒരു ഡിന്നർ ഫസ്റ്റ് ഡിന്നർ ആണ്, അന്ന് എല്ലാവരും ഉണ്ടല്ലോ. ഇനി ഡിന്നർ 2ല് ABCDF ഉണ്ടാവണം. അന്ന് E ഉണ്ടാവാൻ പാടില്ല. അന്ന് E ഇല്ല, E വരാൻ പാടില്ല. E വന്നാൽ എക്സാക്ട്ലി 6 ഓഫ് ദം 2 ആവില്ലേ, അന്ന് E വരാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ഇതിന്റെ കേസുമായി, അതിന്റെ കേസായി. ഇനിയിപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇത് അവസാനം എഴുതാം. ഇനി അടുത്തത് ABCEF. അന്ന് ആര് വരാൻ പാടില്ല? ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളത്? അന്ന് ആര് വരാൻ പാടില്ല? അന്ന് D വരാൻ പാടില്ല. ഇവരുടെ 5 ആളുടെ കൂടെ 2 ഡിന്നർ വേണം, ഒന്ന് ഫസ്റ്റ് ഡിന്നർ. ഇനി രണ്ടാമത്തെ ഡിന്നർ ഇതാണ്, അന്ന് D വരാൻ പാടില്ല, ബാക്കി 5 ആളും. ഡിന്നർ 4. ഇനി ഡിന്നർ 5. ഡിന്നർ 5ൽ എന്ത് സംഭവിക്കും? ഇനി ഇതിന്റെ കേസാണ് നോക്കാൻ പോകുന്നത്. ABDEFുമായിട്ട് ഇയാൾ എക്സാക്ട്ലി 2 ഡിന്നർ, ഒന്ന് ഫസ്റ്റ് ഡിന്നർ, ഇനി രണ്ടാമത്തെ ഡിന്നർ വേണം ABDEFുമായിട്ട്. അന്ന് ആര് വരാൻ പാടില്ല? അന്ന് C വരാൻ പാടില്ല. ഇനി അടുത്തത് ACDEF. ഒരു ഡിന്നർ ഫസ്റ്റ് ഡിന്നർ ആണ്, അന്ന് B വരാൻ പാടില്ല, ബാക്കി എല്ലാവരും പ്രസന്റ് ആവണം. സോ നൗ ഹി ഹാസ് എക്സാക്ട്ലി 2 ഡിന്നർ വിത്ത് ACDEF. ഇനി ഡിന്നർ 7. അന്ന് ആര് വരാൻ പാടില്ല? അന്ന് A വരാൻ പാടില്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് BCDEF. എക്സാക്ട്ലി 2 ഡിന്നേഴ്സ് വിത്ത് BCDEF. അതിൽ ഫസ്റ്റ് ഡിന്നർ ഇസ് ഡിന്നർ 1. ഇനി രണ്ടാമത്തെ ഡിന്നർ ആണ് നമ്മൾ ഡിന്നർ 7. അന്ന് A വരാൻ പാടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് എക്സാക്ട്ലി എല്ലാവരുമായിട്ടും എക്സാക്ട്ലി 1 ഡേയും വിത്ത് എവറി 5 ഓഫ് ദം എക്സാക്ട്ലി 2 ഡേയും. ഫസ്റ്റ് 2 കണ്ടീഷൻ നമ്മളിപ്പോൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കണ്ടീഷൻ വിത്ത് എവറി 4 ഓഫ് ദം. ഇതിനെ ഞാൻ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്തത് വിത്ത് എവറി 4 ഓഫ് ദം. വിത്ത് എവറി 4 ഓഫ് ദം. 4 ഓഫ് ദം എങ്ങനെ എടുക്കാം? വിത്ത് എവറി 4 ഓഫ് ദം. 4 ഓഫ് ദം എന്ന് പറയുമ്പോൾ ABCD ഇസ് എ 4 ഓഫ് ദം. ABCD ഒരു 4 ഓഫ് ദം അല്ലേ? ABCD ഒരു 4 ഓഫ് ദം ആണ്. ഓൾസോ വേറെ 4 ഓഫ് ദം പറയുകയാണെങ്കിൽ ഏതായിരിക്കും? ABCE ഒരു 4 ഓഫ് ദം ആണ്. ഇങ്ങനെ എത്ര 4 ഓഫ് ദംസ് ഉണ്ടാവും? 64. 64 എത്രയാണ്? 6 into 5 divided by 2, 15 4 ഓഫ് ദം. ഈ ഓരോ 4 ഓഫ് ദമ്മിന്റെ കൂടെയും ഇങ്ങനെ 15 4 ഓഫ് ദമ്മിന്റെ കൂടെയും ഇയാൾ എത്ര ഡിന്നർ ഉണ്ടാവണം? വിത്ത് എവറി 4 ഓഫ് ദം ഓൺ 3 days. 3 days 3 ദിവസം ഉണ്ടാവണം. അതായത് ABCDന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവരുമായിട്ട് ഇയാൾ 3 ഡിന്നർ ഉണ്ടായിരിക്കണം. ഇവരുമായിട്ട് ഇയാൾ 3 ഡിന്നർ ഉണ്ടാവണം. ഫസ്റ്റ് ഡിന്നറിൽ ഇവർ 4 ആളുണ്ടായിരുന്നു.
അടുത്ത ഡിന്നറിലും ഇവർ 4 ആളും ഉണ്ടായിരുന്നു. ഈ മൂന്നാമത്തെ ഡിന്നറിലും ഇവർ 4 ആളും ഉണ്ടായിരുന്നു. ഡിന്നർ 4 ഇവർ 4 ആളില്ല, ഡി ഇല്ല. ഡിന്നർ 5 സി ഇല്ല. ഡിന്നർ 6 ബി ഇല്ല. ഡിന്നർ 7 എ ഇല്ല. അപ്പോ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. എ ബി സി ഡിന്റെ കേസിൽ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അതായത് എ ബി സി ഡി ഇസ് എ 4 ഓഫ് ദം. ഇവരുമായിട്ട് 3 ഡേയ്സിലെ ഇയാൾ ഡിന്നർ വരാൻ പാടുള്ളൂ. ആ 3 ഡേ ഇപ്പൊ നമ്മൾ കണ്ടീഷൻ 1ഉം കണ്ടീഷൻ 2ഉം നോക്കിയപ്പോ തന്നെ ആ 3 ഡേ ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ നോക്കാം, എ ബി സി ഇ നോക്കാം. എ ബി സി ഇന്റെ കൂടെ ഇയാൾ 3 ഡിന്നർ. ഫസ്റ്റ് ഡിന്നർ ഓക്കെ ആണ്, അന്ന് എ ബി സി ഇ ഉണ്ട്. എ ബി സി ഇ പിന്നെ ഏത് ഡിന്നറിലുണ്ട്? ഇതാ ഈ ഡിന്നറിൽ, ഡിന്നർ 2ലും എ ബി സി ഇ ഉണ്ട്. പിന്നെ ഏത് ഡിന്നർ? ഇതാ ഈ ഡിന്നർ എ ബി സി ഇ. ഡിന്നർ 4ലും എ ബി സി ഇ ഉണ്ട്. അപ്പൊ എ ബി സി ഇന്റെ കേസിലും ഇത് സാറ്റിസ്ഫൈഡ് ആണ്. ഇതേപോലെ 15 4 ഓഫ് ദം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ 15 4 ഓഫ് ദം ഇവരുമായിട്ട് ഇയാൾ എക്സാക്ട്ലി 3 ഡേയ്സിലെ ഡിന്നറിൽ ഉണ്ടാവണം. അതെല്ലാം ഇതിൽ വന്നിട്ടുണ്ടാവും. എങ്ങനെ വന്നിട്ടുണ്ടാവും? ഒന്ന് ഡിന്നർ 1 അന്ന് എല്ലാവരും വന്നു. ഡിന്നർ 2ലാണെങ്കിൽ ഇതിൽ ഒരാൾ പോയിട്ടുണ്ടാവും. കാരണം നമുക്ക് 2 ആൾ വരെ പോവാം, 4 ആളല്ലേ ഉള്ളൂ. അപ്പൊ 2 ആൾ പോയ 2 കേസ് ഉണ്ടാവും. അപ്പൊ 3 കേസ് ടോട്ടൽ 4 ഓഫ് ദമ്മിന് എല്ലാവർക്കും ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. വിത്ത് എവ്രി 4 ഓഫ് ദം എന്നുള്ള കേസ് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. ഇതേപോലെ വിത്ത് എവ്രി 3 ഓഫ് ദം, അതിൽ ഒരു 3 ഓഫ് ദം ഞാൻ എടുക്കാം. എ ബി സി. എ ബി സി ഒരു 3 ഓഫ് ദം ആണ്. ഇപ്പൊ എ ബി സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എ ബി സി ഉണ്ട്, ഇവിടെ എ ബി സി ഉണ്ട്, ഇവിടെ എ ബി സി ഉണ്ട്, ഇവിടെ എ ബി സി ഉണ്ട്. ആ 3 ഓഫ് ദം എത്ര ഡേയിൽ വരണം? 4 ഡേയ്സ്. അതിപ്പോ വന്നിട്ടുണ്ടാവും. എ ബി സി എന്ന് പറയുമ്പോൾ 3 ആള് പോയി. അപ്പൊ 3 ആള് പോയിട്ടുള്ള, ഇപ്പൊ ഇതാ ഇവിടുന്ന് ആരും പോയില്ല, അപ്പൊ എ ബി സി ഉണ്ട്. ഇവിടുന്ന് എഫ് പോയി, അപ്പൊ എ ബി സി ഉണ്ട്. ഇവിടുന്ന് ഇ പോയി, അപ്പൊ എ ബി സി ഉണ്ട്. ഇവിടുന്ന് ഡി പോയി, അപ്പൊ എ ബി സി ഉണ്ട്. അപ്പൊ എ ബി സി ഉള്ള 4 ഡിന്നർ വരും. ഇതേപോലെ തന്നെ അത് എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. 63 എത്ര ഉണ്ടാവും? 6 × 5 × 4 ഡിവൈഡഡ് ബൈ 2 × 3. ഇത് വെറുതെ നമ്പർ പറയുന്നത്. 20 കേസസ് ഉണ്ടാവും. ഇതെല്ലാത്തിലും സാറ്റിസ്ഫൈ ചെയ്ത് പോയിട്ടുണ്ടാവും. ഓൾറെഡി അതൊക്കെ കൗണ്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇനി അവസാനത്തെ എന്താണ്? വിത്ത് എവ്രി 2 ഓഫ് ദം. എവ്രി 2 ഓഫ് ദം, എ ബി, ബി സി, എ സി, അങ്ങനെ എവ്രി 2 ഓഫ് ദം. അത് നോക്കുകയാണെങ്കിൽ ഇതാ എ ബിയുമായിട്ട് ഇയാൾക്ക് എത്ര ഡിന്നർ വേണം എന്നാ പറയുന്നത്? 5 ഡിന്നർ വേണം. അത് ഉണ്ടായിട്ടുണ്ടാവും. ഇതാ 1 2 3 4 5. എയും ബിയും ഇല്ലാത്ത ഓരോ ഡിന്നർ വീതം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് 7 ഡിന്നർ ഉണ്ട്. എയും ബിയും ഇല്ലാത്ത 2 ഡിന്നർ. ഇതാ ഇവിടെ 2ലും എ ബി ഇല്ല, ബാക്കി എല്ലാത്തിലും എ ബി ഉണ്ടല്ലോ. അപ്പൊ 5 ഡിന്നർ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാ കേസിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഓട്ടോമാറ്റിക്കലി ഈ 7 ഡിന്നർ കൊണ്ട് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫസ്റ്റ് 2 കണ്ടീഷൻസ് ചെയ്യുമ്പോൾ തന്നെ ബാക്കി കണ്ടീഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. ഇനി നോക്കേണ്ടത്, ഫർദർ എവ്രി ഫ്രണ്ട് വാസ് പ്രസന്റ് അറ്റ് 7 ഡിന്നേഴ്സ്. എല്ലാ ഫ്രണ്ടും 7 ഡിന്നറിൽ പ്രസന്റ് ആയിരുന്നു. ഓൾസോ എല്ലാവരും 7 ഡിന്നറിൽ ആബ്സെന്റ് ആയിരുന്നു. ഇനി നമ്മൾ അതാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. എല്ലാവരും 7 ഡിന്നറിൽ പ്രസന്റ് ആയിരുന്നു, എല്ലാവരും 7 ഡിന്നറിൽ ആബ്സെന്റ് ആയിരുന്നു. അതിപ്പോ സാറ്റിസ്ഫൈഡ് ആയോ? എന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എ 6 ഡിന്നറിൽ പ്രസന്റ് ആണ്, 1 ഡിന്നറിൽ ആബ്സെന്റ് ആണ്. എ ഇതുവരെ 6 ഡിന്നറിൽ പ്രസന്റ് ആണ്, 1 ഡിന്നറിൽ ആബ്സെന്റ് ആണ്. എ 1 ഡിന്നറിലും കൂടി പ്രസന്റ് ആവേണ്ടതുണ്ട്. എ 1 ഡിന്നറിലും കൂടി പ്രസന്റ് ആവണം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡിന്നർ എഴുതാൻ പോവാണ്. ഡിന്നർ ഇപ്പൊ എത്രയായി? 8. അന്ന് എ വന്നിരിക്കണം. അന്ന് എ വരണം. അപ്പൊ ബാക്കിയുള്ളവരോ? ഈ ബാക്കിയുള്ളവർ ഇനി ആരെങ്കിലും വന്നാൽ നമ്മൾ ഇപ്പൊ കുറെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വെച്ചല്ലോ, അത് ഡിസ്റപ്റ്റ് ആവും. ഇനി ബാക്കി ആരെങ്കിലും വന്നാൽ നമ്മൾ ഇതുവരെ സാറ്റിസ്ഫൈ ചെയ്ത് വെച്ച കുറെ കണ്ടീഷൻസ് ഉണ്ട്, അതെല്ലാം ഡിസ്റപ്റ്റ് ആവും. അപ്പൊ ബാക്കി ആരും അന്ന് വരാൻ പാടില്ല. അപ്പൊ എന്റെ കേസിൽ ഇപ്പോ എ 7 ഡേയിൽ പ്രസന്റ് ആവണം എന്നുള്ളത് ഇപ്പോ സാറ്റിസ്ഫൈഡ് ആയി. അതേപോലെ ബി നോക്കുകയാണെങ്കിലും ഇതിൽ ബി 1 ദിവസമേ വരാത്തതുള്ളൂ. അല്ല, 6 ദിവസമാണ് പ്രസന്റ് ആയത്. 1 ദിവസം വന്നില്ല, 6 ദിവസം പ്രസന്റ് ആയി. അപ്പൊ ബി 1 ദിവസം കൂടി പ്രസന്റ് ആവണം. ആ ബി പ്രസന്റ് ആവുന്ന ദിവസം വേറെ ആരും വരാൻ പാടില്ല. ഇതേപോലെ ഇനി ആര് പ്രസന്റ് ആവണം? സി പ്രസന്റ് ആവണം. അന്ന് വേറെ ആരും വരാൻ പാടില്ല, കാരണം സിക്ക് 7 ദിവസം പ്രസന്റ് ആവേണ്ടതുണ്ട്. ഇനി അതുപോലെ അടുത്ത ഒരു ദിവസം ഡി പ്രസന്റ് ആവണം. അന്ന് വേറെ ആരും വരാൻ പാടില്ല. ഇപ്പൊ ഡിയുടെ 7 ഡേയ്സ് ഓഫ് പ്രസൻസ് സാറ്റിസ്ഫൈഡ് ആയി. ഇത് 11 ആണ്. അടുത്തത് ആര് പ്രസന്റ് ആവണം? അടുത്തതിൽ ഇ പ്രസന്റ് ആവണം, വേറെ ആരും വരാൻ പാടില്ല.
ഡിന്നർ 13, ഡിന്നർ 13 എന്ത് പ്രസന്റ്, ഡിന്നർ 13 ആര് പ്രസന്റ് ആവണം? എഫ് പ്രസന്റ് ആവണം. ഡിന്നർ 13 എഫ് പ്രസന്റ് ആവണം, വേറെ ആരും വരാൻ പാടില്ല. ഇപ്പോ എന്ത് സാറ്റിസ്ഫൈഡ് ആയി? ഇവരുടെ എല്ലാവരുടെയും 7 ദിവസം പ്രസന്റ് ആവണം എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഇവർ 7 ദിവസം ആബ്സെന്റ് ആയോ? അത് നോക്കണം. ഇവർ 7 ദിവസം, കൃത്യം 7 ദിവസം എല്ലാവരും ആബ്സെന്റ് ആവണം. അത് ആബ്സെന്റ് ആയോ? എന്റെ ആബ്സെൻസ് നോക്കാം. എക്ക് ഇവിടെ ഒരു ആബ്സെൻസ് ഉണ്ട്, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 5 ആബ്സെൻസ് ഉണ്ട്. എ ഇപ്പോ എത്ര ദിവസം ആബ്സെന്റ് ആയിട്ടുള്ളൂ? എ 6 ദിവസം ആബ്സെന്റ് ആയിട്ടുള്ളൂ. എ ഇനി ഒരു ദിവസം കൂടി ആബ്സെന്റ് ആവേണ്ടതുണ്ട്. സോ വി നീഡ് 1 more day ഫോർ എ. എക്ക് നമുക്ക് ഒരു ദിവസം കൂടി വേണം, അന്ന് എ ആബ്സെന്റ് ആയിരിക്കണം. അന്ന് ബാക്കിയുള്ളവർ, അതേപോലെ ബിന്റെ കേസ് നോക്കൂ. ബിക്ക് ഇവിടെ ഒരു ദിവസം ആബ്സെൻസ്, ഇവിടെ എത്ര ദിവസം ആബ്സെൻസ്? ഇവിടെ 5 ദിവസം ആബ്സെൻസ്. ബിക്കും ഇനി ഒരു ദിവസം കൂടി ആബ്സെൻസ് വേണം, അന്ന് ബിയും വരാൻ പാടില്ല. ആൾസോ സിന്റെ കേസിൽ ഇത് തന്നെ ആയിരിക്കും. സിക്ക് ഇപ്പൊ 6 ദിവസം ആബ്സെൻസ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. സോ വി നീഡ് 1 more day ഫോർ സി. ആബ്സെന്റ് ആയിരിക്കണം, ഒരു ഡേയും കൂടി വേണം. ഇതേപോലെ ഡിക്കും ഒരു ഡേയും കൂടി വേണം, ഇക്കും ഒരു ഡേയും കൂടി വേണം, എഫിന് ഒരു ഡേയും കൂടി വേണം. ഡിന്നർ 14 നമുക്ക് എല്ലാവരെയും ആബ്സെന്റ് ആക്കണം. കാരണം എന്നാലേ ഇവരെല്ലാവരും 7 ദിവസം ആബ്സെന്റ് ആയി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇനി അന്നേ ദിവസം വേറെ ആർക്കും പ്രസന്റ് ആവാനും പറ്റില്ല. കാരണം ഇവരുടെ പ്രസൻസിന്റെ കോട്ട ഓൾറെഡി തീർന്നതാണ്. അപ്പൊ അന്ന് ആർക്കും പ്രസന്റ് ആവാൻ പറ്റില്ല. ഇനി ആർക്കും പ്രസന്റ് ആവാൻ പറ്റൂല. ഇനി നമുക്ക് ഇവരുടെ ആബ്സെൻസ്, എല്ലാവർക്കും ഒരു ആബ്സെൻസ് കുറവുണ്ട്. അപ്പൊ അവസാന ദിവസം നമ്മൾ എന്താക്കുന്നു? എല്ലാവരെയും ആബ്സെന്റ് ആക്കുന്നു. അപ്പൊ ഈ ദിവസം നോക്കൂ, ആരും പ്രസന്റ് അല്ല. ആ ഈ ദിവസം ഇയാൾ എലോൺ ആണ്. ആ ദിവസം ആരും പ്രസന്റ് അല്ല, ഇയാൾ എലോൺ ആണ്. അന്ന് ഇയാൾ എലോൺ ആണ്. അപ്പൊ ആലോചിക്കും, ഇനിയിപ്പോ ബാക്കി ദിവസങ്ങളിലൊക്കെ ഇയാൾക്ക് ഒറ്റയ്ക്ക് എത്ര വേണം ഡിന്നർ കഴിക്കാലോ. വെക്കേഷന്റെ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല, ഒറ്റയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഡിന്നർ കഴിക്കാലോ. പക്ഷെ ഇനി ഒറ്റക്കായ പ്രശ്നം എന്താ? അപ്പൊ ഇവരുടെ ആബ്സെൻസിന്റെ ഡേ കൂടൂലേ? ഡിന്നർ 15 ഉണ്ടെന്ന് വിചാരിക്കുക, അന്ന് ഇയാൾ ഒറ്റക്കാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആബ്സെന്റ് അല്ലേ? അപ്പൊ ഇവർ 8 ദിവസം ആബ്സെന്റ് ആയെന്ന് വരുമല്ലേ? അത് പറ്റില്ലല്ലോ. ഇവർ 7 ദിവസമല്ലേ ആബ്സെന്റ് ആവാൻ പാടുള്ളൂ. അപ്പൊ ഇതിൽ കൂടുതൽ ഡിന്നേഴ്സ് ഇനി ഇല്ലതാനും. അതായത് ആകെ 14 ഡിന്നറേ ഉള്ളൂ. ഇയാൾ എത്ര ദിവസം വെക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടി നമ്മൾ ഇവിടെ കണ്ടെത്തി. 14 ദിവസമായിരുന്നു ഇയാൾ ഡിന്നർ. അക്കോർഡിംഗ് ടു ഈ കണ്ടീഷൻ ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹി വാസ് ഓൺ ദ വെക്കേഷൻ ഫോർ 14 days. അതിൽ 14ാമത്തെ ദിവസം എന്നല്ല, ഏതോ ഒരു ദിവസം, 14ൽ ഒരു ദിവസം ഇയാള് ഒറ്റക്കായിരുന്നു. അന്ന് മാത്രമാണ് ഇയാൾ ഒറ്റക്കുള്ളത്. ഇതിൽ കൂടുതൽ ഡിന്നേഴ്സ് ഇല്ലതാനും. 14 ഡിന്നേഴ്സേ ഉള്ളൂ അക്കോർഡിംഗ് ടു ദീസ് കണ്ടീഷൻസ്. സോ ഹി വാസ് അലോൺ ഫോർ ഓൺലി 1 day. ഒരു ക്ലാസിക് കൗണ്ടിങ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെ ഗിവൺ കണ്ടീഷൻസിന്റെ ബേസിസിൽ നമുക്ക് ആ ആബ്സെൻസും പ്രസൻസും മാർക്ക് ചെയ്യാം. ഒരു കൗണ്ടിങ് പ്രോബ്ലം ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കോമ്പിനറ്റോറിക്സിൽ നിന്നുള്ള. സോ ദാറ്റ്സ് ഇറ്റ്. 1 is the answer. 1 day. 1 ആണ് ഇതിന്റെ ആൻസർ. താങ്ക് യു.